എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 30-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈസ്ത്വാം രമ്യരൂപമസുര പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുകൃതീ പരിണിജ്യ പാദൗ തത്തോയമന്വധൃത മൂർധനി തീർത്ഥതീർത്ഥം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആനീതം ആശു, ക്ഷണത്തിൽ എതിരേറ്റ് ആനയിച്ച. ഭൃഗുഭി, ഭൃഗുക്കൾ. മഹസാ അഭിഭൂതൈ ത്വാം, അങ്ങയുടെ മഹത്തായ തേജസ്സിനടിമകളായി പോയ. രമ്യരൂപം, സുന്ദരമായ രൂപത്തോടു കൂടിയ. അസുര, അസുരൻ, അതായത് മഹാബലിയെ പറയാണ്. പുളകാവൃതാംഗ, പുളകിത ശരീരനായി, അതായത് രോമാഞ്ചത്തോടു കൂടി. ഭക്ത്യാ സമേത്യ, ഭക്തിപൂർവം അടുത്തുവന്ന്. സുകൃതി, സുകൃതിയായ. പരിണിജ്യ പാദൗ, കാലുകൾ കഴുകിച്ച്. തീർത്ഥതീർത്ഥം, തീർത്ഥങ്ങൾക്കെല്ലാം തീർത്ഥമായ, അതായത് സർവതീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന തീർത്ഥമാണ് ഭഗവത് പാദങ്ങൾ കഴുകിയ തീർത്ഥം. തത്തോയം അന്വധൃത മൂർധനി, ആ വെള്ളം തൻ്റെ ശിരസിൽ ധരിച്ചു. ആര്? മഹാബലി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയുടെ തേജസ്സു മൂലം വശംവദരായിത്തീർന്ന ശുക്രാദികൾ ഉടനെ അങ്ങയെ അകത്തേക്ക് ആനയിച്ചു. ഭഗവാൻ അങ്ങോട്ട് ചെല്ലുകയാണേ വാമനവേഷത്തിൽ. സുകൃതിയായ മഹാബലി പുളകിത ശരീരനായി ഭക്തിപൂർവം ചാരുമൂർത്തിയായ അങ്ങയുടെ അരികിലേക്ക് എത്തി. കാലുകൾ കഴുകുകയും തീർത്ഥങ്ങൾക്കു പോലും തീർത്ഥമായ ആ ജലം സ്വന്തം ശിരസിൽ ധരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.